ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് പ്ലസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഒരു 1 ഡേ ട്രിപ്പ് പോവാണ്. അങ്ങനെ ഗൈസ്, ഇതാ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പിന്നെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന കരിയാത്തമ്പാറയായിരുന്നു. ഇപ്പോൾ വേനലിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം വെള്ളമൊന്നുമില്ല, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി എന്താ പറയുക എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് നോക്കി എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ആ മലയൊക്കെ കാണാൻ ഗൈസ് നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മളൊരു ഉച്ച സമയത്തായിരുന്നു നമ്മൾ എന്താ പറയുക കരിയാത്തമ്പാറ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു ഗൈസ്. ആ വെയിലത്ത് ഞങ്ങൾ നടന്ന് അവിടെ എത്തിയത്. അങ്ങനെ ഗൈസ് നമ്മളവിടെ പാർക്കൊക്കെ ചെയ്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. നോക്കൂ ഹരിതാബ്. പിന്നെ കേസ് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഗരുതെന്ന്. കാരണം കേസ് അവിടെ നോക്കി നടന്നിട്ടില്ല വിഗും. പിന്നെ കേസ് അവിടെ പശുവൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ടാണ്. അവിടെ നോക്കൂ, സൈഡിൽ നോക്കൂ കേസ്, അവിടെ ഒരു പശു ഉണ്ട് കേസ്. പിന്നെ അതാ കേസ് നമ്മൾ നടന്നു. വെയിലാണ് കേസ്. പിന്നെ മഴയൊക്കെ കാടും മലയൊക്കെ താണ്ടി നമ്മളിതാ പോവാണ്. പിന്നെ കേസ് ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് നടന്നില്ല വികുന്നും കേസ് അമ്മ വീണു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പുറത്തെത്തി. ലാസ്റ്റ് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ എൻ്റെ ഷൂവിൻ്റെ ലേസ് കെട്ടിയിട്ട് നിൽക്കുന്നില്ല, പരാതി പറയുന്നതാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആണ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി പോയി വല്ലതും മുണുങ്ങാൻ വേദം പിരിക്കറി വെക്കണം. നോക്കൂ, പിന്നെ ഗൈസ് ഇനി ഈ നട്ടപ്പൊരി വെയിലത്ത് നമ്മൾ അപ്പുറത്തെത്തണം. അപ്പുറത്താണ് നമ്മളെ ഔട്ടൊക്കെ അവിടെയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തും. 26 കഴിയൂല. ഞാനിനിപ്പോൾ അവിടെ വരെ നടക്കണ്ടേ വെയിലത്ത്. അമ്മ ഏതാ അവിടെ നിൽക്കുന്നുണ്ട്, അച്ഛൻ ഏതാ ഫോൺ ചെയ്യുന്നുണ്ട്, ഞാനിവിടെയുണ്ട്, എൻ്റെ ചേച്ചി ഇവിടെയുണ്ട്. പിന്നെ കേസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്താണ് ഞാൻ മുന്നേ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഇത് എന്താ പറയുക കേസ് നമ്മൾ അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളെന്താ സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ ആ വെള്ളത്തിന് മുഴുകും കേസ്. കാരണം കല്ലൊക്കെ ഇളകുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. നട്ടപ്പൊരു വെയിലത്ത് നടക്കുക അത്ര തന്നെ. അതെ, നമ്മൾ കൂട്ടാണ് 2 പേര് മുമ്പിൽ നടക്കുന്നുണ്ട്. കാണിച്ചു മാത്രം കപ്പിൾസ് മാത്രം അങ്ങ് നോക്കുക, നടക്കുക, നമ്മളൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ ചെന്നു. ഞാനെന്താ പറയുക, ഞാനും അച്ഛനും ബട്ടർ സ്കോച്ചും, അമ്മ വാനില, ചേച്ചി മാംഗോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് ഏത് വാങ്ങാനുള്ള കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ബട്ടർ സ്കോച്ച് ആദ്യം പറഞ്ഞ് വാങ്ങിയപ്പോൾ അച്ഛനും പറഞ്ഞു എനിക്ക് അതിനെ ടേസ്റ്റ് നോക്കണം. അങ്ങനെ ഞാൻ അച്ഛന് അത് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നതാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേസ് ഞാൻ അച്ഛന് ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുക്കി. അങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അച്ഛൻ ഇത് ലാസ്റ്റ് ബട്ടർ സ്കോച്ച് തന്നെ വാങ്ങി. പിന്നെ കേസ് അവിടെ പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ കേസ് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ ആയി കാണിച്ചു. പിന്നോട് ചേച്ചി ആയി കാണിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ എങ്ങോട്ടോ നോക്കി നിന്നപ്പോൾ ഞാൻ അമ്മനെ വിളിച്ചു വരുത്തി ആയി കാണിക്കാൻ പറഞ്ഞതാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിയൊരു ആയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വോയിസ് ഞാൻ കട്ട് ചെയ്ത് പോയി. അതാണ് പവർ ഹൗസ്, വെള്ളം ചാടാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്റർ കുറ്റിയാടി. അങ്ങനെ ഗൈസ് ഇതാ നമ്മളെ കയറ്റം കയറാൻ തുടങ്ങി. എന്താ പൊന്ന് ഗൈസ് പറയാണ്ടക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല വ്യൂ ആണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ് അറിയാം, പച്ച കളർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അപ്പുറത്ത് മലയുണ്ട്. പിന്നെ ഗൈസ് ഒരുപാട് മല കയറിയിട്ടുണ്ട്, പറയാനൊക്കെ പറ്റില്ല. ഇതിനൊരു അവസാനമില്ലേ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ജംഗ്ഷനിലൊക്കെ നിർത്തിയപ്പോൾ നല്ല ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ കയറ്റം കയറി ഒരു വളവിലെത്തിയ സമയത്ത് നല്ലൊരു ഊണിൻ്റെ പീടിക ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ആ ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് തെൻവില്ല എന്നായിരുന്നു. അങ്ങനെ എന്താ ഗൈസ് പറയാനൊക്കെ പറ്റില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ചോറും സാമ്പാറും പച്ചടി അച്ചാർ തുടങ്ങിയിട്ട് പപ്പടം തുടങ്ങിയിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കപ്പലിൻ്റെ വാങ്ങിയിട്ട് അമ്മേനെയും ചേച്ചിനെയും കാത്തിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഗൈസ് ആ മരം കണ്ടോ, ഓറഞ്ച് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഇതിനിപ്പോൾ അങ്ങനെ റെയറായിട്ടേ കാണുന്നുള്ളൂ, ഇപ്പോൾ കൂടുതലൊന്നും കാണാനില്ല. നല്ല ഭംഗിയാണ് ഗൈസ് ആ മരം. അങ്ങനെ ഗൈസ് നമ്മൾ ഒരുപാട് കയറ്റം കയറി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കക്കായം ഡാം കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ കാർ പാർക്ക് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ കക്കായം ഡാം കാണാൻ വന്നിരിക്കുകയാണ്. ഒരുപാട് ഓടിയ ഗൈസ് ഇവിടെ. എന്ത് വലിയ മല അറിയോ. വന്ന് ഞങ്ങൾ അലക്കി ഇതിന് ട്രെയിനിങ് പോയിന്റ് ഇല്ലേന്ന് അവർ ആലോചിച്ചു പോയി. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് അച്ഛനും അമ്മയും ഞങ്ങളെ കൂട്ടാണ്ട് മുന്നേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ആ മണ്ണ് വരെ കിടക്കുന്നിടത്തിലൊക്കെ ആക്ച്വലി വെള്ളം ഉണ്ടാവും കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ അതൊക്കെ വെള്ളം കുറവാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് മൊത്തം കാടാണ് കേട്ടോ ഗൈസിൻ്റെ സൈഡ്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നാലേ ഉള്ളൂ കാണാം. അപ്പോൾ നമുക്ക് നടക്കാം. മുന്നിൽ നമ്മളുടെ അച്ഛനും അമ്മയെ കപ്പിൾസ് നടന്നു പോകുന്നുണ്ട്. അപ്പുറത്ത് എന്താ പറയാ, ചെറിയൊരു ഹലോ മിസ്റ്റർ ഇങ്ങോട്ട് നോക്കൂ. അതാ ഇവിടെ വേദനയാണ്. അച്ഛനെ പറ്റോളാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി നടന്നത് കുരക്കോയി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അവിടുത്തെ തൂക്കുപാലം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും. പിന്നെ അവിടെ വേരും കല്ലും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. പിന്നെ ഗൈസ് അവിടെ അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര കാറ്റും ഭയങ്കര വ്യൂവും വലിയ കൊക്കയും വെള്ളച്ചാട്ടവും നല്ല കുടിക്കാൻ നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടും കേട്ടോ ഗൈസ് അവിടെ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം നിന്നിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. കാടാണ്, ആനയുണ്ട്, എല്ലാം ഉണ്ട്, കാറ്റുമുണ്ട്, വെള്ളമുണ്ട്. പറയുന്നുണ്ടല്ലോ ആന. പിന്നെ നടക്കാൻ അത്രയ്ക്ക് ആവുന്നവർ മാത്രം വരിക. നടക്കാൻ ഒരുപാടുണ്ട്. നടന്ന് നമ്മളെ ഉപ്പാട് വീഴും. പോയി. ഇതാണ് കക്കയം ഡാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നടന്നു തുടങ്ങി അവിടെ തന്നെ എത്തി. പിന്നെ അവിടെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് എൻ്റെ മുന്നിലാണ്. പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബോട്ടിങ്ങിനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് കേസ് അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിരുന്നിട്ട് മുന്നോട്ട് നോക്കിയ കേസ് ഭയങ്കര വ്യൂ ആണ്. നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. അപ്പോൾ ഊഞ്ഞാലിൽ ആദ്യം കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോകുന്നതാണ് കേസ്. നിങ്ങൾ കണ്ടോട്ട് ഓടിപ്പോയില്ലേ, നടന്നു പോവുക. കേസ് നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഊഞ്ഞാലൊക്കെ ആടിയൊക്കെ ചെയ്തു. പിന്നെ ഏച്ചിക്കും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ എടുത്ത് കൊടുത്തതിൽ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 6 മണി സംതിങ് ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിങ്ങിൽ പോയിട്ട് കാറൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ കേസ് നോക്ക് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ എത്തണം. നേരത്തെ അവിടെ നിന്ന് ഭാഗത്ത് പറയില്ലേ മല തന്നെയാട്ടോ. പിന്നെ ഗേസ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഏറ്റവും വലിയ മരമാണ് കേട്ടോ ഗേസ്. എന്ത് രസമാണെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കക്കയം ജംഗ്ഷനിലെത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്തു, നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അത് പോകുന്ന വഴിക്ക് ഗേസ് നല്ലൊരു പാലം കണ്ടിട്ടോ. പിന്നെ അവിടെ അപ്പുറത്തായിട്ട് എന്താ പറയുക, കരിയാത്തമ്പാറ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അപ്പുറത്തേക്ക് റോഡിലേക്കാണ് നമ്മൾ കരിയാത്തമ്പാറയിലേക്ക് പോവുക. ഇതൊക്കെ തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തുന്നേരം ഐസ്ക്രീം വാങ്ങി. പിന്നെ ഞാൻ എന്താണ് അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ച മാതിരി കവർ കീറാൻ കിട്ടാത്തതിൻ്റെ പരിഭ്രമമാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയും മാംഗോയും ഞാനും ഏച്ചിയും ചോക്കാബാറായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ പൊളിച്ചെടുക്കുന്നതാണ് കേസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക, എങ്ങനെയൊക്കെ ആയിപ്പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളതാ പോയി വീട്ടിലെത്തി. ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നടത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളൊരു 1 ഡേ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ബൈ ബൈ.